പതുക്കട്ടെ പതുക്കെ സ്ലോ ഒരാക്കുമ്പോൾ ഒരാക്കത്തിന് ഇങ്ങോട്ടാക്കി റെഡി അത് എന്തേ ഓക്കെ റെഡിയാണോ നൂർക്ക് നൂറാ നൂർക്ക് നൂറായോ ആ മുന്നിലിത് ഇതാകുന്നത് എന്താ മുന്നെപ്പോഴും പൊന്തിക്കണം അപ്പോഴാണ് സ്പീഡ് കിട്ടുക ഓക്കെ അല്ലേ എങ്ങനെമാരും ഒരു രക്ഷയല്ല നല്ല കരിയടിയാണ് കയ്യുമുട്ടൊക്കെ ഫുള്ളായിട്ട് ചണർത്ത് അല്ലേ ഓ കഴിയില്ല നമുക്കവിടെ നിൽക്കാൻ ഒരു നിമിഷം പോലും നിൽക്കാൻ വേണ്ടി കഴിയില്ല വെള്ളത്തിൽ കജ്ജൊക്കെ ആകെ ചണർത്തിക്കണ് കാൽമുട്ടൊക്കെ ചോർച്ചല് അതെ സോപ്പ് എടുത്തോ ഇല്ലേ എന്നാ ചെല്ലി സോപ്പ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മളെ ഇവിടുത്തെ കിണറുണ്ടാവും നമ്മൾ കൂടി വെള്ളം എടുക്കണം ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതായിരുന്നു ഇത് കൊണ്ടുവരില്ലേ നടന്നാലോ ഓ ചെന്നത്തിന് നിർബന്ധ കാരണം എന്താ വെച്ചാൽ കാര്യനെ കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല ഇത് ചന്നത്തിരി അല്ലല്ലോ സ്ലീപ്പ് വെല്ലും അല്ലേ സ്ലീപ്പ് വെല്ല് അടിപൊളിയായി ഇതത്ത് ഭയങ്കര വിഷമാണ് കേട്ടോ ഈ സാധനം കൊതുക് ഇതിൻ്റെ ഒക്കെ ഒരു ചെറിയ സ്മെല്ല് കിട്ടിയാൽ മതി കൊതുക് നല്ല ഈച്ച പോയിട്ട് ഒന്നും വരില്ല പക്ഷേങ്കിൽ നമ്മളുടെ പുഴയിൽ കുറേ കാര്യമുണ്ട് വലെടുക്കുക മീനെടുക്കുക മീൻ നന്നാക്കുക കുളിക്കുക മീൻ കുക്ക് ചെയ്യുക എന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോഴേക്കിന് ഒരുപാട് സമയമാവില്ലേ ഓഹോ എന്താ കുണ്ടില്ലേ ഒരു പ്രേതാലയം പോലെ തോന്നുന്നുണ്ട് ആ കൊണ്ടോ തേരാ ഈ തേരും പുള്ളുണ്ടാവും നമുക്ക് അല്ലേ അറിയാൻ കഴിയാത്തോണ്ട് ഇത് മണി പ്രാവശ്യം ചക്ക ഉണ്ടായിട്ടില്ല അന്ന് 2 കുരിപ്പാള വന്ന് ഇട്ടത് അതിനുശേഷം ആളുണ്ടാവില്ല കുട്ടിയെ അതൊക്കെ മുടിയൊക്കെ പോകും ഏതായാലും ഉണ്ടാവും ഉണ്ടാവണം ഉണ്ടാവും ഏതേലൊക്കെ ഒന്ന് പിടിക്കാക്കൂല ഞങ്ങളെ കൈ തട്ടി അവിടെ പൊന്നാവും ആരാ പോണേ ഇജ പോണേ ഇവിടെ ഏത് വേറൊരു മരക്കൊമ്പൊക്കെ വന്ന് തങ്ങിക്കുന്നത് അവിടെ ഇവിടെ കല്ലാങ്കാരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കല്ലാങ്കാരി ഉണ്ടായാൽ മതിയാണ് അല്ലേ നേരത്തെ മീൻ എവിടെ ബക്കറ്റ് ഇവിടെ ഉണ്ടാവും കിട്ടിയ കല്ലാങ്കാരിയൊക്കെ അടിപൊളി കല്ലാങ്കാരിയാ അല്ലേ പിന്നെ നോട്ടെ നീളം ഉണ്ടോ അല്ലേ നാട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഈ ഒരു 25 മീറ്റർ വല ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഒരു കല്ലാങ്കാരി കുഴപ്പമില്ല നമ്മളെ സന്തോഷമാണ് ഹാപ്പിയാണ് നമ്മളെ പാണ്ടി കരയൊക്കെ വെച്ചിരിക്കുന്നത്
ഞാനിരുന്നു ഇപ്പുറത്തേക്ക് പോകും, ഞാൻ ഇരുന്നു അപ്പുറത്തേക്ക്. ഒരാൾക്ക് കറക്റ്റാ സാധനം അന്ന് സെറ്റിലേ. ആ ചന്ദനത്തിരി എടുത്താ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അഥവാ ഇതൊക്കെ എല്ലാം ഉണങ്ങി കിടക്കണം. തോട്ടത്തീ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം. പോകാം മേലെ പോകാം. അങ്ങനെ തന്നെ കല്യാണക്കാരിക്കേ. അപ്പൊ അതടവാണ്, അതെന്തോ ഇതാണ് അടിത്തൊള്ളാണ് കല്ലങ്കാരിക്ക്. ആദ്യം ചുണ്ടനൊക്കെ ഒക്കെ ഇതാണ് ഞങ്ങളുടെ കല്ലാങ്കാരി അതിന് പറയാം. ഞങ്ങളോടൊക്കെ എന്താ പറയാ അറിയില്ല. ശരിക്കും കാണിച്ചെടുക്കാന് ഇതാണ് കല്ലാങ്കാരി. തൊള്ള കാണിച്ചെടുത്താ തൊള്ള ഇവിടെ അല്ല, എല്ലാ മീനക്കും ഇവിടെ അല്ല ഉള്ളത്. ഇതിലങ്ങനെയല്ല ഉണ്ടോ? ഇതിന് ഇവിടെയാണ്. ഇതിന് ചൂണ്ടയിട്ട് കിട്ടൂല. ചൂണ്ടലിട്ട് കിട്ടൂല. വെറുതെ അല്ല, ഇവനെ കിട്ടൂല. ഇവന് ചൂണ്ടയിട്ട് കിട്ടൂല. ഇതാ ഓന്ത് മീൻ്റെ ആയിക്കാണ്. ഓന്ത് മീൻ ഇങ്ങനെ തന്നെയാണ്. കൊറേ മുള്ളും പരിപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് വലിയ മുള്ളില്ല, നല്ല പാരുണ്ടാവും. വലിയ കല്ലാങ്കാരി കേട്ടോ. അത് വലുതാണ്. രണ്ട് കൊല്ലം കണ്ടില്ലേ? പിന്നെ എത്ര ഉണ്ട് അല്ലേ? കൊള്ളാം, വലുതന്നെ. ഇതിപ്പോ ഒന്ന് നമുക്ക് 2 പീസാക്കാം. നമ്മളെ നടക്കുറച്ചായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോ എത്രങ്ങാനും മീൻ ഉണ്ടാകലുണ്ട്. എല്ലാ ടൂൾസും കൊടുത്തിട്ടും കിട്ടിയില്ല. അതായത് അവർ ഉള്ള മീനിനെ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞങ്ങൾ എടുത്ത് വെക്കുകയാണ്. ഇതൊരു ഫ്രീസർ ടൈപ്പ് തന്നെ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻ കേട് വരില്ല. നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. പിന്നെ ഒരു ക്യാമ്പിങ് ഫീൽ കിട്ടണമെങ്കിൽ ഇരുടാകണം അല്ലേ? നമുക്കും തന്നെ ആ ഫീല് കിട്ടാനാണ് നമ്മൾ വന്നത്. ഈ വെളിച്ചത്ത് കുക്ക് ചെയ്ത് ഒരു ഭാഗത്ത് ഇരിക്കാനല്ലല്ലോ. ഉപ്പ് ഇടണമല്ലോ, കുറച്ച് ഉപ്പ് ഇട്. ഈ നേരം വരെ ചെന്ന് ആഴ്ച വെക്കാം, ഒരു മനുഷ്യ കുഞ്ഞു പോലും വന്നിട്ടില്ല അല്ലേ? ഓ മൈ ഗോഡ്. ഇന്നലെ തൊട്ട് ഈ നേരം വരെ നമ്മൾ മനുഷ്യരായിട്ട് ഇട വൈകിട്ടില്ല അല്ലേ? എൻ്റെ ചെങ്ങന്മാരെ കുളി കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ചൊറിച്ചലിനും പിടിച്ചലിനൊക്കെ നല്ല സുഖമുണ്ട്. കുക്കിൻ്റെ കുളി കഴിഞ്ഞില്ല. അവനവിടെ നമുക്ക് പറഞ്ഞില്ലേ ഇവിടെ വീടുണ്ട്, അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ കുളി. ഇത് ഈ വെള്ളം കുറച്ച് എല്ലാം ചാടി ചീഞ്ഞുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ നല്ലത് നമ്മളിവിടെ കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിക്കുന്നതാണ്. സ്കിന്നിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ദാസപ്പം കുട്ടി നമ്മളെ ചതിച്ചുട്ടാ. നീ അറിഞ്ഞ കത്തില്ലല്ലോ, കത്തുന്നില്ല, വയറ് കിട്ടുന്നു. കറണ്ട് കൃത്യമായ രീതിയിൽ ചെല്ലുന്നില്ല. ഈ പവറിൽ നിൽക്കണം. ഇത് നമുക്ക് തന്ന മാന്യ വ്യക്തികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കാം. ആ ഒരു ദിവസമാണ് അത് ഉപയോഗിച്ചത് അല്ലേ? ഇതുണ്ടെങ്കിൽ നല്ല ഇതിപ്പോ ഞാനിവിടെ വെച്ചിട്ടു കയ്യും കൊണ്ട് നെക്കി പിടിച്ചേക്കല്ലേ. ഇൻസുലേഷനൊക്കെ ചുറ്റി നോക്കാം. ചുറ്റി അങ്ങനെ തന്നെ കണ്ണൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? ചുറ്റി ഓട്ടോ. ശരി ഏട്ടാ, സാധനം റെഡിയായി. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, നേക്കുണ്ടെങ്കിൽ ഈച്ചന് നേക്കുണ്ടെങ്കിൽ ഈച്ചന് കൊല്ലാം. അതെ, നേക്കുണ്ടെങ്കിൽ ഈച്ചന്. ഞാൻ വയറുമ്പോ തട്ടില്ല കേട്ടോ. അവിടച്ച ആ പുല്ല് പച്ച പുല്ലിലൊക്കെ അല്ലേ, ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചോക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പുല്ലൊക്കെ ഒന്ന് കുറച്ചായി പോച്ചടാ. നേക്കുണ്ടെങ്കിൽ പറഞ്ഞാടെ നേക്ക് ഇപ്പം ടച്ച് ചെയ്യിക്കണേ. ആ കറുപ്പ് വേറാ വിട്ടറാ. ആയി വിട്ടറാ. ഇപ്പം ടച്ചായി. അതൊക്കെ ചെരിവാണ് കുക്കുവോ. ഇങ്ങോട്ടൊക്കെ വെക്ക് കുറച്ച്. അങ്ങനെ തന്നെ വെക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെ വെച്ചാലും പോരെ. അതായി. പോച്ചാ. അപ്പം എങ്ങനെ വരെ ഒരു കിട്ടിയ മീൻ അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതൊക്കെ ജേതലാടിരിക്കല്ലേ തക്കാളി കഴിക്കാം. തക്കാളി പൊക്കി മക്കളി പള്ളി കുട്ടി പടയാളി കുക്കിയേ ഇഞ്ചി. നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നത് ഇതൊക്കെ
നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റിംഗ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ യാത്രയിലാണ് ഇവിടെ വന്ന് നിന്നത് അല്ലേ? കഴിഞ്ഞ യാത്ര കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. ഒരു ഫോറസ്റ്റ് അന്തരീക്ഷവും അതുപോലെ തന്നെ നാട്ടിലെ മനുഷ്യരുമായിട്ട് അധികം ഇടപഴകാതെ എന്നാൽ നെറ്റ്വർക്കൊക്കെ ഉണ്ടേനും. നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റ്വർക്കൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കോൾ ചെയ്യാനും ഒരു ചെറിയ വീഡിയോ ഒക്കെ ഒന്ന് കാണാനൊക്കെ പറ്റുന്ന തരത്തിലൊക്കെ, അതായത് കറങ്ങുകയൊക്കെ ചെയ്യും, അതിനൊക്കെ പറ്റുന്ന നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അന്ന് തന്നെ എനിക്ക് ഈ ഒരു ഏരിയ നല്ലോണം പറ്റും. ബിസ്ക്കറ്റ് ഞാൻ ശരിക്ക് ഇത് നാളികേരമായിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പാർലേജ്. കിട്ടിയിരുന്നു, പോയെന്ന് തന്നെ കിട്ടിയിരുന്നു. ഇപ്പൊ കിട്ടിയില്ല. ചെറുത് കൊടുക്കണ്ട് വലുത് കൊടുക്കണ്ട്. ഉള്ളിനെ ഉണ്ടാവുള്ളൂ, ആകെ 4 മീനുള്ളത്. അപ്പൊ അങ്ങനെ. അപ്പൊ തക്കാളി നരിയട്ടെ. കട്ടിംഗ് ബോർഡ് ഒന്നും കൊണ്ടുവന്നില്ല. നമ്മളിപ്പോ അങ്ങനെയൊക്കെ തന്നെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടു അല്ലേ? അല്ലാതെ ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മള് പോവുകയും ചെയ്യും. കുറച്ച് ദിവസം പറഞ്ഞാൽ നമ്മള് നാളെ ഇവിടെ നടന്നു. നാളെ അറിയാണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളിവിടെ നടക്കും അല്ലേ? നിൽക്കുമ്പോഴുള്ള രസത്തിനാണ് ഈ കുക്കിംഗ് പരിപാടിയൊക്കെ. അതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരെ പോയി കണ്ട് അതിനേക്കാൾ എന്ത് രസം. എൻ്റെ ബാക്കില് കുതിരി ഉണ്ട്, അവൻ ശ്രദ്ധിക്കട്ടെ. പിന്നെ എൻ്റെ മേത്തോട്ടില്ലല്ലോ, ചാരാന്നായി തൊട്ടു. തക്കാളി അത് മതിയോ? കണ്ട അകത്തോട്ട് പ്ലേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഉള്ളി. തക്കാളി മതിയോ? പുളി ഉണ്ടാകാൻ തക്കാളിയൊക്കെ മതി. ഇത് കേടുവോ? അതൊന്നോ ചോരണ്ടാവും. കണ്ണിന് ചോര ഉണ്ടാവും പറയാനൊക്കെ പണ്ടില്ല വരും. പണ്ടില്ല അങ്ങനെ പല പൊട്ടത്തരവും പറഞ്ഞിരിക്കണം. വിജയിച്ചിട്ടില്ല. പണ്ടൊക്കെ ഇതില് പഞ്ചസാര ഇട്ട് തിന്നു തക്കാളി. കർണാടകാരൻ്റെ അതിന് ഞങ്ങള് നിക്കണ ഓര് പറഞ്ഞു ഓരുണ്ടാക്കി തരും. തക്കാളി ഇതേപോലെ കട്ട് ചെയ്താണ്ട് അതിക്ക് പഞ്ചസാര ഇടുക. ഇപ്പോഴോ? ഇപ്പൊ അതൊന്നല്ലേ, ഇപ്പൊ പ്രാന്ത് പറയും മറ്റുള്ളവര്. ടേസ്റ്റാണോ? ആ എന്നാ പിന്നെ വീഡിയോയിലൊന്ന് പെടുത്ത് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക പ്രേക്ഷകർക്ക്. നാളെ നോക്കാം. ഇപ്പൊ നോക്കിക്കാ. ഇപ്പോഴോ? ഇപ്പൊ പറ്റൂല, ഇപ്പൊ വേണ്ട. നാളെയാണ് അതിന്റെ സമയം. നാളെ സമയം പകൽ വെളിച്ചത്തിൽ ഉപ്പ് തക്കാളിയിലേക്ക് മധുരം ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. വലിയ കടയിൽ മണ്ണിന്റെ ചട്ടി, 1 കിലോ ഉള്ളി, 1 കിലോ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മീൻ മസാല, ചിക്കൻ മസാല, ഇറച്ചി മസാല എല്ലാം കൊണ്ടുവന്നിക്കണേ. മീൻ പോലും മര്യാദ കിട്ടിയത് പണ്ട് സ്വപ്നം കണ്ട മാതിരിയായി. സത്യമായിട്ട് ഇതെങ്കിലും കിട്ടിയെങ്കിൽ അല്ല ഇന്നത്തെ നോക്കണ ഇന്നലെ പിന്നാണ്ട് പോകുന്ന കിട്ടിയില്ലേ? ഇതിപ്പോ അനക്ക് ഒരു 3 കണ്ടോ, എനിക്കൊരു 3 കണ്ടോ, പിന്നെ അനക്ക് 2 കണ്ടോ, 3 കണ്ടോ, 5 കണ്ടെന്നുണ്ട്, 10 കണ്ടോ. പിന്നെ അത് മതി കണ്ടെന്നൊക്കെ തോട്ടത്തെ മീനൊക്കെ പറയാ അമ്മ കണ്ട ഇതന്നെ ഒരു കണ്ടാണ്. ഇതിപ്പോ മീനും മുട്ടയും പാടെ ഇങ്ങനെ വെക്കാൻ പറ്റാത്തോണ്ടാ. ഇത് കഴിഞ്ഞിട്ട് ഒരു ആംപ്ലേറ്റ് അടിച്ചേക്കാം. അതും വെറുതെ അടിച്ചേക്കാം, അത് രസീകരം. ഇത് മണ്ണിന്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ടൈം എടുക്കും ചൂടാകാം. വെളിച്ചെണ്ണ വെച്ചില്ലല്ലോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വെള്ളം പറ്റാതെ ഇത്രങ്ങാനും വെള്ളമുണ്ട്. വെള്ളം നല്ലോണ്ട് ഇപ്പൊ വേറെ പറയാ 4 കണ്ട മീനിന് വേണ്ടിയിട്ടാണ് അത്രയും വെളിച്ചെണ്ണ അല്ലേ? അത് ഒക്കെപ്പാടെ ഒരുമിച്ചിട്ടുള്ള വാട്ടാണ് ഞാൻ. ഇതിൽ സോറി കേൾക്കാന്നില്ല. ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്.
അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഓസോ നായി ഡോളി ഉണ്ടല്ലേ പൊറുക്കം ഇതൊന്നും കേൾക്കണില്ല. ഉണ്ട് കേക്കില്ല. നോർമലി ഉള്ളൊരവസ്ഥ ഇതിനെ ചൂടായില്ലല്ലോ? ആണെങ്കിൽ നല്ല ചൂടായില്ല, നമുക്ക് ഇനി അറിയാൻ പറ്റുമല്ലോ. നോർമലി ഉള്ളൊരവസ്ഥ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ തൊട്ടപ്പുറത്തെ റബ്ബർ തോട്ടമൊക്കെ കാണുമ്പോഴേ എന്താ അവിടെ നായർക്ക് ഒരു പേടിയോ നമുക്ക്? ബോധം എന്താ പ്രേതം ഉണ്ടാവും അല്ലേ? വല്ല കള്ളന്മാരുണ്ടോ? അതുകൊണ്ട് കള്ളന്മാര് കള്ളത്തരം ചെയ്യണ പല ആളുകള് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചിന്തിക്കും. ജോക്കർ സിനിമ കണ്ടില്ലേ? അത് ജോക്കർ സിനിമ ജോക്കറോ? കണ്ടുണ്ടാവാം. അതില് പറയണ്ടേ ഒരു മണല്ല ചാറുണ്ടാക്കാൻ മീനോണ്ടേ. അതല്ലേ, അത് തന്നെ എടുത്ത്. ഇത് നമ്മളുടെ സൂപ്പർനോവ കറി പൗഡർ, പക്ഷേങ്കിൽ പാക്കിങ് ശരിയല്ല. പള്ളിയുടെ കുട്ടിയല്ലേ? എടായത് തുള പോടും കുറച്ചിടാം അല്ലേ? പൊടി നന്നായിട്ട് എന്ത് കാര്യം, പാക്കിങ് കൂടി നന്നാണ്ടേ. ഞങ്ങളെപ്പോലത്തെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, ക്യാമ്പ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പറഞ്ഞില്ലേ? ഇത് ഗരം മസാല, അത് കേൾക്കൂല. ഇത് ചിക്കൻ മസാല, ഇത് കേൾക്കൂല. അത് നമ്മളെ കുടുംബശ്രീക്കാരുടെ മുളക് പൊടി, അത് കേൾക്കും. 4 മുളക് വേണം ഇത് ഇങ്ങനെ ആവുണ്ടല്ലോ. അതായത് മല്ലി കുറച്ചിട്ടേ ഇല്ലേ? ഇതൊക്കെ പണ്ട് ഞാൻ ഒരു പാക്കറ്റ് കഴിച്ചിരുന്നു. ഈ പാക്കറ്റ് മല്ലി പഞ്ചസാര അതൊന്ന് ഓർമ്മല്ലേ? ചോർമ്മല്ല അമ്മയോട് വെച്ചുകൊണ്ട് നമുക്ക് നല്ല വെച്ച് വെച്ചില്ലേ? എന്താ മഞ്ഞൾ ഇത് കിട്ടില്ലേ? നമുക്ക് മഞ്ഞളാക്കണം. അല്ല അത് പോരെ? മതി മതി ഇട്ടന്നെ പോരെ? മതി. നടുവേട്ട മീൻ ഇതിപ്പോ മഞ്ഞളിലാണ് മീൻ വെച്ച് കടത്തിക്കണേ. ആണ് മഞ്ഞളും ഉപ്പും അല്ലേ? മഞ്ഞളുടെ ഉപ്പിൽ കടത്തിക്കണേ. അത് ചെയ്യേ അത് ചെയ്യും പോരെ. ഇത് മീനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഉടയാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് തിന്നാനുള്ളത് ഉണ്ടല്ലോ. ഇപ്പോൾ കപ്പുണ്ട്, കപ്പയാണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഗ്രേവി വയ്ക്കുക. കറി തന്നെ, കറി വേണം അല്ലേ? വെള്ളം വെച്ചോ പോരെ? കുറച്ചുകൂടി ആ പറ്റേ തിളക്കുമ്പോൾ പറ്റും. തിളക്കാൻ മാത്രമല്ലല്ലോ, തിളച്ച് കഴിഞ്ഞാൽ മീൻ ചാവും. ഇതൊക്കെ ആവട്ടെ നമുക്ക് കപ്പയും കൂട്ടി മീൻ, കപ്പയും മീനും പുഴയിലെ മീനും കഴിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ ഉണ്ടോ? മക്കളെ നമ്മളുണ്ടാക്കിയ പുളകൂട്ടാം. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലല്ല, ഈ സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചങ്ങായിമാർ പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടം കൂടി ഇരുന്നിടത്ത് തിന്നലാണ്. ഞാൻ പണ്ട് VMC സ്കൂളിൽ പഠിച്ചതേ, നമ്മൾ ഇതേമാതിരി കൂട്ടം കൂടി ഇരുന്ന് തന്നെ എന്തേ. ഇതാണ് കപ്പ മീനും കൂട്ടിയില്ലൊരു കപ്പ മീൻ ബിരിയാണി, മനസ്സിലായോ? ഇതിനുണ്ടോ ഒരു സാധ്. ഇതിൽ നമ്മളാണ്ട് കജ്ജിട്ടെടുത്ത് തിന്നു പോരെ? മതി. ഓക്കെന്നാ വെറുതെ തിന്നാണ്ടേ പുറത്ത് കിട്ടക്ക കണ്ടേ. എന്താ ടേസ്റ്റ് പറയും?
ഇതിൻ്റെ മുകളിൽ മോനെ അടിപൊളി. നമ്മൾ വെച്ച കറിന് അല്ലേ ഇതൊക്കെ മിക്സ് ചെയ്ത പാട്ടോ ഒന്നുകൂടി. രണ്ട് സുഖമാണ്. രണ്ടല്ല മൂന്ന് സുഖമാണ് ഇവിടെ ക്യാമ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും വലിയ സുഖമാണ് ഈ സ്ഥലം നമുക്ക് കിട്ടി, ഇവിടെ കിടന്നുറങ്ങാൻ പറ്റി. ആ രണ്ടാമത്തെ സുഖം പാണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റി. പുഴയിൽ നമുക്ക് നല്ല ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തെ സുഖം ഒന്നുമില്ലെങ്കിലും ഒരു 3-4 മീനെങ്കിലും പുഴയിൽ നിന്ന് കിട്ടി. അത് ഈ കപ്പയും കൂട്ടി അടിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് നാവിൽ ഇപ്പോഴും ഉമ്മനീരിങ്ങനെ വരുവാണ് തിന്നാൻ കൊതിച്ചിട്ടേ. ഈ ഡയലോഗിൻ്റെ നേരം കൂടി കിട്ടല്ലേ, സമയം പോകണം. രക്ഷയില്ല. ശ്രദ്ധിച്ച ഈ മുള്ളുണ്ട് അതൊക്കെ തിന്നളാ അല്ലേ. കടലത്തെ മീനൊന്നല്ലോ, തൊട്ടതല്ലേ, ചേപ്പായത്തല്ലേ. ഒരു കളുപ്പ്. കപ്പയും മീനും അല്ലേ, പുളയും മീനും പറയും ഞങ്ങളുടെ നാട്ടിൽ. അടിച്ച് കയറ്റി സെറ്റായി കിടക്കുള്ള പരിപാടിയാ. ഇന്നും തന്നെ നല്ല അലമ്പ് സൗണ്ട് ഒക്കെ സാധ്യതയുണ്ട്. അലമ്പല്ല സത്യത്തിൽ. ഇത് നമ്മളിപ്പോ എന്നും വീട്ടിലല്ലേ കിടക്കണേ, നമ്മൾ കേൾക്കണ്ട എത്ര സൗണ്ട് വല്ലോ ഉണ്ടോ? പുറത്തേക്ക് ഒരു പോക്കുണ്ടോ? ആ അതിലൊരു ആസ്വാദനം നമുക്ക് വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഒരു പാടത്തിന്റെയും കാടിന്റെയും ഒരു സൈഡ് കാട്, ബാക്കി ഫുള്ളായിട്ട് പാടും. അത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നടുക്ക് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഇവിടെ കിടക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ അതെ, നമ്മൾ ഇനിയിപ്പോ ഇപ്പോഴും കിടന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കും, ഉണരുവാണ്. ഞാൻ തന്നെ അല്ലേ. പിന്നെ ആ ഉണരുമ്പോ കേൾക്കുന്ന ശബ്ദങ്ങള് ചെറുതാണോ? ഇല്ല നമ്മള് ഭയാനപ്പെടുത്തുന്നുണ്ട്. തോന്നും. അപ്പൊ ഇല്ല, നമ്മളെ ചുറ്റുഭാഗത്ത് കൂടെ പോണ്ട് 2 അടി 3 അടി റോട്ട് കൂടെ. പോണോട്ടെ, അവിടെ വേറെ കേസ്. നമ്മൾക്ക് വരാന്നായി, നമ്മടത്തേക്ക് ആര് വരാം. ഏതായാലും അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം കൂടി ഇവിടെ കിടന്നുറങ്ങുവാണ്. നാളെ എന്താണെന്നുള്ളത് നാളെ നമുക്ക് തീരുമാനിക്കാം. അല്ലേ, ഞങ്ങൾ നാളെ നിക്കണം എന്ന് കരുതുന്നുണ്ട്, നിക്കണ്ടെന്ന് കരുതുന്നുണ്ട്. രണ്ടും കെട്ട അവസ്ഥ തീരുമാനിക്കാം. ഞങ്ങളൊരു പേഴ്സണലി ഒരു കാര്യത്തിന്റെ വിഷയമുണ്ട്. അപ്പോൾ അതിന് നാളെ തീരുമാനമാകുള്ളൂ. തീരുമാനമാകണമെങ്കിൽ നാളെ നമുക്ക് നിൽക്കാം, ഇല്ലെന്നാണെങ്കിൽ നാളെ നമ്മൾ തിരക്കേണ്ടി വരും. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ കിടക്കുവാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ. ഇപ്പൊ കുറച്ച് ചെറിയ വീഡിയോ. അതെ ചെറിയ ചെറിയ വീഡിയോകളാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ പിന്നെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.